25 പൈസ 25 പൈസക്ക് നമുക്ക് 1 കിലോമീറ്റർ കവർ ചെയ്യാൻ പറ്റും. ഫുൾ ചാർജിന് 85 പറയുമ്പോൾ ഇലക്ട്രിസിറ്റിയുടെ മാക്സിമം താരിഫ് കൂട്ടിയാൽ 21 രൂപയ്ക്ക് നമുക്ക് 85 കിലോമീറ്റർ ഓടിയാൻ പറ്റും. പെട്രോൾ വണ്ടി ആകുമ്പോൾ അത് 200 ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റർനെറ്റ് ഇൻസൈഡ് എം ജി പറയുന്ന പോലെ വേണമെങ്കിൽ പറയാം. കണക്റ്റഡ് വണ്ടിയല്ലേ, കണക്റ്റഡ് സ്കൂട്ടറാണ്. ഇതൊക്കെ ചില സ്ഥലത്ത് എയർടെൽ, ചില സ്ഥലത്ത് ജിയോ കണക്ടിവിറ്റി എനേബിൾഡ് ആയിട്ടുള്ള സ്കൂട്ടറാണ്. നമ്മൾ ഒന്നിൽ കൂടുതൽ ദിവസം വണ്ടി എടുക്കുന്നില്ലെങ്കിൽ ബാറ്ററി ഡ്രെയിൻ ആകാതിരിക്കാൻ നമുക്ക് ഷട്ട് ഡൗൺ ചെയ്ത് നോക്കാം. വണ്ടി ഓഫ് കമ്പ്യൂട്ടർ ഓഫ് ചെയ്തിട്ട് ഷട്ട് ഡൗൺ ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റും. ഇതിൽ കണക്ട് ചെയ്യാം. നമ്മളൊന്ന് കുത്തി നോക്കാം. ഓ സിമ്പിളാണ്. സിമ്പിളായിട്ട് ഇന്ത്യയുടെ വാഹന മേഖലയുടെ ഭാവി ഇലക്ട്രിക്കലാണ്. എന്നാൽ പോലും നമ്മൾ മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് കുറേ പുറകിലാണ്. എന്തുകൊണ്ടായിരിക്കും ഇന്ത്യ ഇത്രയും പുറകിലാകാനൊരു കാരണം? ഇലക്ട്രിക് വണ്ടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് വിശ്വസിക്കാൻ ലേശം പ്രയാസം ഉണ്ടായിരുന്നു. സത്യമല്ലേ? ഇത് എത്രത്തോളം ഓടും, ചാർജ് എത്ര കിട്ടും, എത്ര വിശ്വസിച്ച്, അതായത് പെട്ടെന്ന് എന്തെങ്കിലും ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ എവിടെ കൊണ്ട് കൊടുക്കും, ബാറ്ററി മാറ്റാൻ പറ്റും, ചാർജിങ് ഫെസിലിറ്റികളുടെ പ്രശ്നം, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പ്രധാനമായിട്ട് ഈ പറഞ്ഞ ഒരു മെയിൻ സ്ട്രീം വാഹന നിർമ്മാതാക്കളൊന്നും ഈ മേഖലയിലേക്ക് എത്തിയിട്ടില്ല. എല്ലാം കുഞ്ഞു കുഞ്ഞു സ്റ്റാർട്ടപ്പുകളായിരുന്നു, സ്കൂട്ടറുകൾ മാത്രം. പക്ഷേ ഇപ്പോൾ ഈ ഒരു 2020-21 വർഷമായപ്പോഴത്തേക്ക് കാറുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ എല്ലാ മെയിൻ സ്ട്രീം കമ്പനികളും എല്ലാവരും ഈ ഒരു മേഖലയിലേക്ക് വന്നു. സ്റ്റാർട്ടപ്പ് ആയിട്ട് ഇന്ത്യക്കാർ ഏറ്റവും അധികം വിശ്വസിച്ച ഒരു വാഹനമാണ് ഇന്ന് നമ്മുടെ കയ്യിലുള്ളത്. ആഥർ അല്ലേ? ബാംഗ്ലൂർ ബേസ്ഡ് സ്റ്റാർട്ടപ്പ് ആണ് ഏതർ എന്ന് പറയാം. ഏതർ ഇലക്ട്രിക്കിന്റെ 450X എന്ന് പറഞ്ഞ മോഡൽ. ഈ വാഹനത്തിന്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ പറയുന്നത്. പക്ഷെ വളരെ കണ്ടില്ലേ, ഇത് വളരെ സിമ്പിളായി നമ്മളൊരു കാറിന്റെ ഡാഷ്ബോർഡ് കാണുന്ന പോലെ തന്നെ അത്രയും അതുപോലെ വളരെ സിമ്പിളാണ്. ടച്ച് സ്ക്രീനാണ്. ഇതിനകത്ത് നമ്മുടെ ഫോണുമായിട്ട് ബ്ലൂടൂത്ത് നമ്മൾ പെയർ ചെയ്ത് കഴിഞ്ഞാൽ ഫോണിൽ നിന്നുള്ള നാവിഗേഷൻ വേണമെങ്കിൽ അത് ചെയ്യാം, അല്ലെങ്കിൽ മറ്റേ 10x10 നാവിഗേഷൻ കമ്പനിയുടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ മ്യൂസിക് സെറ്റപ്പും ഉണ്ട് അതിൽ. ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതാ ഇൻകമിംഗ് ഓൾസോ ഷോ മ്യൂസിക്. എല്ലാ സാധനവും ഇതിൽ ഒറ്റയടിക്ക് തന്നെ കാണാൻ പറ്റും. നമുക്ക് വേറൊരു സംഭവം ഉണ്ടല്ലോ, നമുക്ക് വണ്ടി ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ടോ, അതിനകത്ത് നമുക്ക് നമ്മുടെ ഡോക്യുമെന്റ്സ് ഒക്കെ സോഫ്റ്റ് കോപ്പി ആയിട്ട് വെക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ പോലീസിനെ കാണിച്ചു കൊടുത്താൽ മതി. നമുക്ക് ജനറൽ സെറ്റിംഗ്സിൽ രജിസ്ട്രേഷൻ വണ്ടി സംബന്ധിച്ച വിവരങ്ങളെല്ലാം, അതിന്റെ VPN നമ്പർ, ഇപ്പം കണക്റ്റഡ് സ്കൂട്ടർ ആയതുകൊണ്ട് തന്നെ VPN നമ്പർ ഉണ്ടാവും. പിന്നെ സോഫ്റ്റ്വെയർ വേർഷൻ ഏതാന്നുള്ളതുണ്ട്. ഇത് അപ്ഡേഷൻ വരികയാണെങ്കിൽ ഇതിന് ഓട്ടോ അപ്ഡേഷൻ വരുന്നുണ്ടാവും നെറ്റ് വെച്ചിട്ട്. സെറ്റിംഗ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ഇത് ഇപ്പോൾ ഒരു ലൈറ്റ് മോഡ്, ഡാർക്ക് മോഡ് രണ്ടും ഉണ്ട്. ഇതിപ്പം ലൈറ്റ് മോഡിലേക്ക് പോയി എന്താ പറയുക, വൈറ്റ് കളറും കാര്യങ്ങളും, ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആയി. വൈറ്റ് ആയി. ഇനിയിപ്പോൾ നമ്മൾ ഇതല്ല ഡാർക്ക് ആക്കണമെങ്കിൽ, ഡാർക്ക് അല്ല കുറച്ചും കൂടെ സ്റ്റൈൽ, ഡാർക്കാണ്. പിന്നെ അതേ സെറ്റിങ്സിൽ തന്നെ വേറെ ഒത്തിരി സംവിധാനങ്ങൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഒന്നിൽ കൂടുതൽ ദിവസം വണ്ടി എടുക്കുന്നില്ലെങ്കിൽ ബാറ്ററി ഡ്രെയിൻ ആകാതിരിക്കാൻ നമുക്ക് ഷട്ട് ഡൗൺ ചെയ്ത് നോക്കാം. വണ്ടി ഓഫ് കമ്പ്യൂട്ടർ ഓഫ് ചെയ്ത് ഷട്ട് ഡൗൺ ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റും. ഇതൊക്കെ എന്നാ പറയുന്നത്, ഇതൊക്കെ നമുക്കൊരു 2-വീലറിൽ ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ട് തോന്നുന്ന ഫീച്ചറുകളാണ്. പിന്നെ ഇത് കണ്ട് ഈ പാർക്ക് അസിസ്റ്റ് എന്ന് പറഞ്ഞ സംവിധാനത്തിൽ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റിവേഴ്സ് 3 കിലോമീറ്റർ സ്പീഡിൽ റിവേഴ്സ് കിട്ടും. അപ്പോൾ ഇടുങ്ങിയ സ്ഥലത്തൊക്കെ പാർക്ക് ചെയ്യാൻ നമ്മളിട്ട് തുഴയേണ്ട കാര്യമില്ല. വണ്ടി നേരെ പോയി കുത്താതെ നമുക്ക് അതിൽ പോകാൻ വേണ്ടി പറ്റും. നമ്മൾ സാധാരണ നമ്മുടെ ഫോണുകളിലൊക്കെ കാണുന്ന പോലത്തെ സ്നാപ്ഡ്രാഗൺ 212 ക്വാഡ് കോർ ആ പ്രോസസ്സറാണ് ഇതിൽ കൊടുത്തത്. അത് ശരിക്കും പറഞ്ഞെങ്കിൽ പക്ക ഈ ഒരു സ്മാർട്ട് ഫോൺ സ്റ്റൈലിൽ സ്മാർട്ട് ഫോൺ തന്നെ കണക്കൂട്ടാൻ വേണമെങ്കിൽ പറയാൻ പറ്റും. പിന്നെ ഇപ്പം ഇതിൻ്റെ ഒരു 1 GB റാമും 8 GB സ്റ്റോറേജും ഉണ്ട് ഇതിനകത്ത്. പിന്നെ വേറൊരു സംഭവം ഉണ്ടല്ലോ, ഇപ്പം ഈ ഒരു സ്ക്രീൻ കാണുമ്പോൾ സാധാരണ ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു സംശയം, നമ്മളൊരു മൊബൈലിൽ വെള്ളം വീണ് എന്താ ഉണ്ടാകുക, പോവല്ലേ? അപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു സംശയമായിരിക്കും, ഇതിൽ വെള്ളം വീണ് എന്താ സംഭവിക്കാന്നുള്ളത്. ഒന്നും സംഭവിക്കില്ലല്ലോ. ഒന്നും സംഭവിക്കില്ല. വാട്ടർ പ്രൂഫാണ്, വാട്ടർ റെസിസ്റ്റന്റ് ആണ്. ഒരു തുള്ളി എന്ത് വെള്ളം വീണാലും ഒന്നും സംഭവിക്കാൻ പോകുന്നത് കമ്പനി. പെരുമഴയും പ്രശ്നം. നമ്മുടെ നാട്ടിൽ പെരുമഴ സ്വാഭാവികമായിട്ടുള്ള കാലമാണ്. 4 ഡ്രൈവിംഗ് മോഡുകളാണ് ഉള്ളത്: റൈഡ്, സ്പോർട്ട്, വാർപ്പ്. അതിൽ എക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ഒരു മോഡ്. നമ്മൾ സാധാരണ മാക്സിമം 55 കിലോമീറ്റർ സ്പീഡ്. അതിപ്പോൾ ഇതിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് റേഞ്ച് കിട്ടുന്നത്. അതായത് എനിക്ക് തോന്നുന്നു ഫുൾ ചാർജിൽ പറയുന്ന 85 കിലോമീറ്റർ റേഞ്ച് കിട്ടുന്നത്. ഇതിപ്പോൾ നമ്മൾ ഇത്രയും ഓടി ഇത് നോക്കിയാൽ മതി. 56 ഇപ്പോൾ എക്കോയിൽ ഇനി 56 കിലോമീറ്റർ ഓടും. 69% ചാർജ് ഉണ്ട് ബാറ്ററി. നമ്മളിനിപ്പോൾ
റൈഡ് മോഡിൽ കിട്ടും. റൈഡ് മോഡിൽ പവർ കൂടുതലാണ്, 47 കുറഞ്ഞു. അതിൽ 69 ചാർജ് സെയിം ആണ്, 47 കിലോമീറ്റർ ഓടുള്ളൂ. വണ്ടി സ്പീഡ് കൂടുതലാണ്, സ്പീഡ് 65 എത്തുന്നു. സ്പോർട്ട് മോഡിൽ നമുക്ക് 41 കിലോമീറ്റർ ഉള്ളൂ, ഓടുള്ളൂ. സ്പീഡ് കയറുകയാണ്, 80 കയറുന്നത്. പെട്ടെന്നുള്ള പിക്കപ്പുമാണ്, പറന്ന് കയറുകയാണ്. നമ്മൾ ആ ഡ്രൈവ് മനസ്സിലാവുന്ന സംഭവമാണ്. ഇനി പുതിയ മോഡ് കണ്ടിട്ടില്ല. ഇതിൽ 35 കിലോമീറ്റർ കാണിക്കുന്നത്. അതിൽ പക്ഷേ ടോർക്ക് ഏറ്റവും പീക്ക് ടോർക്കിലെത്തും, 26 ടോർക്കിലേക്ക് എത്തുന്നു, 6 കിലോവാട്ട് പവറിലേക്ക് എത്തുന്നു. അതായത് വണ്ടി ട്രൂ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആയിരിക്കും വണ്ടിക്ക്. നോർമൽ രീതിയിൽ നമ്മൾ സിറ്റിയിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഫസ്റ്റ് എക്കോ മോഡ് തന്നെ ധാരാളമാണ്, പീസ്ഫുൾ ഡ്രൈവിംഗ് ആണ്, ഒരു കുഴപ്പമില്ല. ഇനി പറഞ്ഞ പോലെ നമ്മൾ ആരെങ്കിലും നമുക്ക് ഇടയ്ക്ക് തോന്നൽ വരുമല്ലോ, ആ തോന്നലാണ് കയറിപ്പോയിക്കോളും. ഇതിന്റെ ഫ്രണ്ടിന്റെ മൊത്തത്തിൽ ഒരു ഡിസൈൻ നമുക്കൊരു എയറോഡൈനാമിക്സ് എന്ന് പറയാൻ പറ്റുമോ? പിന്നെ തീർച്ചയായും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഷാർപ്നെസ് കണ്ടില്ലേ, എങ്ങനെയായാലും നമ്മുടെ കാറ്റിൻ്റെയും വണ്ടിക്ക് മാക്സിമം ഇത് കൊടുക്കാണ്ടിരിക്കുക എന്നുള്ളതിൽ പറയാം. ഡിസൈൻ സ്കൂട്ടർ ഫുള്ളി ഗ്ലാസ് ആണ് വരുന്നത്, പക്ഷെ ലൈറ്റ് വരുന്നത് ഇവിടെ മാത്രം LED ലൈറ്റ്. ഇതിപ്പോൾ DRL പോലും കൂടി വർക്ക് ചെയ്യണത് രണ്ടും. DRL DRL ആണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ നമ്മള് ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിൽ തോന്നുന്നത് മേളിൽ അത് DRL ആണല്ലേ, ആ ഒരു ക്രോം സെറ്റ് കൊടുത്തിട്ടുള്ളത് നമുക്ക് തോന്നുന്നത് പെട്ടെന്ന് അത് DRL ആണ്. പക്ഷെ അല്ലാതെ ഡിസൈൻ എലമെന്റ് ആണ്, നല്ല സ്റ്റൈലിഷ് ആയിട്ട് കൊടുത്തിട്ടുമുണ്ട്. എനിക്കിപ്പോൾ ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സാധനമാണ്. ഇത് കണ്ടില്ലേ, ഈ മഡ് ഗാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊരു ഈ പക്ഷികളുടെ ഒരു കൊക്ക് പോലെ മാത്രം ചുണ്ട് പോലെയാണ് നിൽക്കുന്നത്. ടയർ കവർ ചെയ്തിട്ടുണ്ട്. വേറൊരു പ്രത്യേകത, ഇതെല്ലാം ഓരോ പീസുകളാണ് എല്ലാം. കാരണം ഇപ്പൊ സപ്പോസ് ഒരു തട്ടോ മുട്ടോ വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാം കൂടെ മാറ്റേണ്ട ആവശ്യമില്ല, ഓരോ പീസായിട്ട്. അത് വലിയൊരു സംഭവമാണ്. കാരണം ചിലവ് എത്രയായിട്ട് മാക്സിമം കുറയ്ക്കുക എന്നുള്ള രീതിയിൽ തോന്നില്ല, പക്ഷെ പ്രധാന സംഭവമാണ്. ഒരു കഷ്ണം മാറ്റിയാൽ മതിയല്ലോ. അതെ. പിന്നെ നമ്മളിപ്പോ മേളിലേക്ക് വരുവാണെങ്കിൽ സൈത്തയുടെ താഴെ പറഞ്ഞ അതേ DRL ഇവിടെ ഉണ്ട്. അതിലൂടെ ഇൻഡിക്കേറ്ററും പറഞ്ഞ LED തന്നെ കൊടുത്തിട്ട് വളരെ ഇൻഡിക്കേറ്റർ. പക്ഷെ നല്ല സ്റ്റൈലിഷ് ആണ് ആ സാധനം കാണാൻ വേണ്ടിയിട്ട്. ഗ്ലാസിന്റെ പൊസിഷൻ കുറച്ച് മാറ്റാമായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. മാറ്റിയിട്ട് ഇങ്ങോട്ട് വല്ലതും വരായിരുന്നു. കാരണം അതുമല്ലാണ്ട് നമുക്ക് ഇതിപ്പോൾ പുതിയ സ്റ്റൈലിഷ് ആയിട്ട് കൊണ്ടുവരുമ്പോൾ അതിന് തന്നെ ഡിസൈനിലും ഉണ്ടാവാതിരിക്കാൻ അതിന് മാറ്റം വരാൻ സാധ്യതയുണ്ട്. സാധാരണമാണ്, ഹാൻഡിലും സംഭവം ഇതെല്ലാം സാധാരണമാണ്. പ്രത്യേകിച്ച് മാറ്റം സ്വിച്ചുകളാണെങ്കിലും നോർമലി കട്ട് ഓഫ് അത് കൊടുക്കുന്നുണ്ട്. സാധാരണ ഇലക്ട്രിക് വണ്ടിക്ക് അത് ഉണ്ടാകാൻ സാധാരണമാണ്. കാരണം നമ്മൾ ഓണായി കഴിഞ്ഞാൽ മോട്ടോർ ഓൺ ആവുക എന്നുള്ള പ്രത്യേകത കൂടെ ഉണ്ട്. നമുക്ക് സാധാരണ ഇലക്ട്രിക് വണ്ടി ചാവി ഓൺ ആയി കഴിഞ്ഞാൽ സ്റ്റാർട്ടാണ്. പക്ഷേ ഇത് നോർമൽ സ്കൂട്ടർ പോലെ ബ്രേക്ക് പിടിച്ച് ഇഗ്നിഷൻ കൊടുത്താലേ സ്റ്റാർട്ട് ആവുള്ളൂ. ഇന്ന് നമ്മൾ ടയറിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അലോയ് വീലാണ്, 12 ഇഞ്ച് സ്കൂട്ടർ നല്ല വലുപ്പമുണ്ട്, ആവശ്യത്തിനുണ്ട്. പക്ഷേ അതിലൊരു യെല്ലോ ആക്സെന്റുകളുണ്ട്, സ്റ്റൈലിഷ് ആണ്. കൊടുത്തിട്ടുണ്ട്, റിംഗ് കൊടുത്തിട്ടുണ്ട്. സീറ്റിന്റെ ബാക്കിലാണെങ്കിൽ ബാഡ്ജിങ്ങും സ്റ്റിക്കറായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. വേറൊരു പ്രത്യേകത, ഇതിന്റെ ഒരു മോഡൽ ഏതാണെന്ന് വണ്ടിയിൽ എവിടെയും കൊടുത്തിട്ടില്ല. ഇതിപ്പോ ടീമാണ്, അത് മ്യൂസിക്കോട് കൂടി ഭയങ്കര സെറ്റപ്പ് ആയിട്ടൊക്കെയാണ് വരവ്. അതൊരു പ്രത്യേകതയാണ്. പിന്നെ ഡിസ്ക് ബ്രേക്ക് ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്ക് ഉണ്ട്. അത് ഈ പറഞ്ഞ സേഫ്റ്റി അവർ എത്രത്തോളം പ്രയോറിറ്റി കൊടുക്കുന്നുണ്ടെന്നുള്ളതിനൊക്കെ മറ്റൊരു എക്സാമ്പിൾ ആണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ടെയിലാമ്പാണ്. അടുത്തൊന്നും ഒരിടത്തും കണ്ടിട്ടില്ല. എന്നിട്ട് എനിക്കൊരു അഭിപ്രായ വ്യത്യാസമുണ്ട് ഇൻഡിക്കേറ്ററിന്റെ കാര്യത്തിൽ. അത് സ്റ്റൈലിഷിന്റെ ഭാഗമായിട്ട് ചെയ്തതായിരിക്കും. കാരണം ഞാനൊരു വണ്ടി കൊണ്ട് വരുവാണ്, കാണുമോ? കാണണം, അതാണ്. കാരണം അവർ ചെയ്തിരിക്കുന്നത് ഈ ഷേപ്പിനോട് അനുബന്ധിച്ചിട്ട് പോയി എന്നുള്ളൊരു അഡീഷണൽ സാധനം വരാതെ ആ ഫ്രണ്ടിൽ ചെയ്ത പോലെ തന്നെ ഫ്രണ്ട് എലമെന്റ് ആണ്. ഡിസൈൻ വൈസ് യൂസേജ് വരുമ്പോൾ ചിലപ്പോൾ ഏതർ ബാഡ്ജിങ് ഉണ്ട്. പിന്നെ ഈ ഒരു ഏരിയ ബ്ലാങ്ക് ആണ്, പക്ഷേ സ്റ്റൈലാണ് കേട്ടോ. ഈ ഒരു സാധനം നമ്പർ ലൈറ്റ് അടിയിലുണ്ട്, ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. സാധാരണ നമ്മള് ബൈക്കുകളിൽ, അതായത് ഇപ്പൊ യൂണിക്കോൺ തൊട്ട് ഇങ്ങോട്ട് ഒരു മോണോ സസ്പെൻഷൻ വരെ മോണോ സസ്പെൻഷൻ ആണ്. സ്കൂട്ടറിൽ അങ്ങനെ ആദ്യമായിട്ടാണ്. അതിലും ഈ പറഞ്ഞ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു യെല്ലോ കളർ സ്പ്രിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഷെയ്ഡിന്റെ അതേ ഷെയ്ഡ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ഒരു അലുമിനിയം ഫ്രെയിമിലാണ് ഈ മൊത്തം വണ്ടി ചെയ്തിട്ടുള്ളത്.
അത് ആ ഫ്രെയിമിനോട് ചേർന്നിട്ട് തന്നെയാണ് സിങ്കർണൈസ് ചെയ്ത മോട്ടർ വന്നിട്ടുള്ളത്. അത് അതിൻ്റെ ഉള്ളിൽ വന്നിട്ടുള്ളത് ഇവിടെയാണല്ലോ വരുന്നത്. അപ്പം പിന്നെ മഴയുള്ള സ്ഥലത്തോട് ഓടിച്ചാൽ കേരളത്തിൽ, എസ്പെഷ്യലി കേരളത്തിൽ തുരുമ്പെന്ന് പറഞ്ഞത് പ്രശ്നം വാട്ടർ റെസിസ്റ്റന്റ് ആണ്. അലൂമിനിയം ആയതുകൊണ്ട് തുരുമ്പിന്റെ പ്രശ്നം വരില്ല. പിന്നെ ഈ ബാറ്ററി പാക്ക് എന്ന് വെച്ച സ്ഥലവും വളരെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ പറയണം. ഇതിന്റെ ഉള്ളിൽ ഫുട്ബോളിന്റെ താഴത്ത് അതൊന്നും അടിച്ചാലും സംഭവം. പിന്നെ ഒരു പവർ ഡിസ്ട്രിബ്യൂഷന്റെ ഒരു സംഭവം ഉണ്ട്. അതാവുമ്പോൾ വെയിറ്റ് സെന്റർ ഓഫ് ഗ്രാവിറ്റി കൃത്യമായിട്ട് കിട്ടും. ബൈക്ക് നമ്മൾ പോകുമ്പോൾ കണ്ടിട്ടുള്ള സാധനം എപ്പോഴും വെയിറ്റ് റൈറ്റ് സൈഡിലേക്ക് സൈലൻസർ. അപ്പൊ നമുക്ക് ഇവിടുത്തെ കാല് കുത്താൻ ടെൻഡൻസി കൂടുതലായിരിക്കും. ഇതിപ്പോ ഇത് എന്താ പറയുക, നമ്മുടെ ഈ സെന്റർ ഓഫ് ഗ്രാവിറ്റി ആ വണ്ടികളിൽ കണക്കാക്കുന്ന സംഭവത്തിനും കണക്കായിട്ട് പിടിച്ചിട്ടുള്ളതാണ്. ലഗേജ് ബോക്സ് അതിപ്പം ഓൺ ചെയ്യുന്നത് ഇവിടെ തന്നെ കീൽ തന്നെയാണ്. അത് തുറന്നു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ പെട്രോൾ ടാങ്ക് ഓപ്പൺ ചെയ്യാനൊക്കെയാണ് ഇതൊക്കെ പിടിച്ചിരിക്കാറുള്ളത്. ഇത് വന്നു കഴിഞ്ഞാൽ ഇതിപ്പം ഇതിന്റെ ചാർജറാണ് കേട്ടോ. ഇത് നമ്മൾ വീട്ടിൽ ചാർജ് ചെയ്യുന്ന നോർമൽ ചാർജർ, സ്പീഡ് ചാർജറല്ല, നോർമൽ ചാർജർ. ഇവിടെ ഇത് തുറന്നിട്ട് ഇതിൽ കണക്ട് ചെയ്യാം. നമ്മളൊന്ന് കുത്തി നോക്കാം. സിമ്പിളാണ്, സിമ്പിൾ ആയിട്ട് കണക്ട് ചെയ്യാം. എന്നിട്ട് അത് സാധാരണ ഒരു ഇതിൽ പ്ലഗിൽ കൊടുത്തു കഴിഞ്ഞാൽ നോർമൽ ചാർജിങ് എനിക്ക് തോന്നുന്നു ഇത് 5 മണിക്കൂറാണ്. 5 മണിക്കൂർ ശരിയാണ് ഫുൾ ചാർജിൽ. 1 മണിക്കൂർ കൊണ്ട് മറ്റേ ഫാസ്റ്റ് ചാർജിൽ 50%, ഇത് 80%. പിന്നെ ഇതിപ്പോൾ സീറ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ 22 ലിറ്ററാണ് സ്റ്റോറേജ് സ്പേസ്. രാത്രിയിൽ സീറ്റ് തുറന്നാലും വെട്ടത്തിനെ പേടിക്കാനില്ല. ലൈറ്റ് ഉണ്ട്, LED ലൈറ്റ്. ഈ ഒരു സീറ്റിന്റെ ഫ്രണ്ടിലത്തെ പോർഷൻ കണ്ടോ? ആ നേരത്തെ പറഞ്ഞ നമ്മൾ ആ ഒരു കളർ, യെല്ലോ കളറിൽ ഒരു ഭയങ്കര സ്പോർട്ടിയാണ്. അത് ശരിക്കും എല്ലായിടത്തും കാണും ചെയ്യും. പിന്നെ ഈ വണ്ടിയിൽ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ട സാധനം ഇതാ കേട്ടോ. സ്പീക്കറാണെന്ന് പറയും. പക്ഷേ എയർ ഇൻടേക്ക് ആണ് സാധനം. കാരണം മോട്ടർ എവിടെയല്ലേ, മോട്ടറിന്റെ പ്ലേസ് ആണ്. എയർ ഇൻടേക്ക് അതിനുവേണ്ടി സീറ്റ് ഇങ്ങനെ പൊക്കി കൊടുത്തിട്ടുള്ളൂ. നിറത്തെ പറ്റി പറയാണ്ടിരിക്കാൻ യാതൊരു, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു കളറാണിത്. മാറ്റ് ഗ്രേ. 3 കളർ വരുന്നുണ്ട്. ഗ്രീൻ ഉണ്ട്, വൈറ്റ് ഉണ്ട്, ഈ മാറ്റ് ഗ്രേ ഉണ്ട്. സ്കൂട്ടറുകൾ ഇങ്ങനെ ഒരു കളർ അങ്ങനെ വരാറില്ല. റെഗുലർ സ്കൂട്ടർ കളർ ഒന്നെങ്കിൽ മെറ്റാലിക് ആയിട്ട് ഭയങ്കര തിളങ്ങുന്ന രീതിയിലുള്ള സാധാരണ സ്കൂട്ടറിന്റെ സ്റ്റാൻഡ് പോലെയാണ്. അല്ല, ഞാൻ ഇരുന്ന് നോക്കട്ടെ. ഇരുന്നിട്ട് ഇട്ടുതരാം. സ്റ്റാൻഡ് ഡിസൈൻ ഉണ്ട്. അതും മടങ്ങുന്ന രീതി കണ്ടില്ലേ? മറ്റേ സ്പ്രിങ് അല്ല, ഇങ്ങനെ മടങ്ങി ഉള്ളിലേക്ക് കയറി പോകണം. അത് നമ്മൾ അങ്ങനെ ഉണ്ട് എന്നുള്ള കാര്യം തന്നെ അറിയില്ല. അത് വെച്ച് കഴിഞ്ഞാൽ അതല്ല, നമുക്ക് നല്ലൊരു ഒരു സഞ്ചി വെക്കാനുള്ള സ്പേസ് ഇഷ്ടം പോലെ ഉണ്ട്. ബാക്കിലേക്ക് വരുമ്പോഴേ, ഇതിന്റെ ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ നമ്മൾ ഫുഡ് റെസ്റ്റ് ബാക്കിലെ ഒരു റിയർ സീറ്റ് പാസഞ്ചർ ഇരുന്ന് കഴിഞ്ഞാൽ കാല് വെക്കുന്ന പ്ലാറ്റ്ഫോമിൽ നിന്ന് തന്നെ വരുവാണ്. പൂർണ്ണമായിട്ടും കാല് കൃത്യമായിട്ട് ഉള്ളിലേക്ക് കയറി നമുക്ക് ഭയങ്കര സേഫുമാണ്. പ്രധാന ഹൈലൈറ്റ് സൈറ്റാട്ടൻ എന്ന് പറയാൻ പറ്റുമോ? ഇത്രയും നമ്മൾ പറഞ്ഞു കൂടാതെ സൈറ്റാട്ടൻ പ്രാവശ്യം അനുഭവിച്ചൊരു സാധനമാണ്. വേറൊരു ഇലക്ട്രിക് ബൈക്കിൽ സൈറ്റാട്ടൻ ബ്രേക്ക് പിടിച്ചാൽ എഞ്ചിൻ കട്ട് ഓഫ് ആയി കയറ്റത്തുനിന്ന് ഇറങ്ങി പോകുന്നു. ബ്രേക്ക് തന്നെയാണ്. അത് വലിയൊരു കാര്യം തന്നെയാണ് കേട്ടോ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് ഡ്രൈവിന് പോകുമ്പോഴേ മനസ്സിലാവുള്ളൂ അതിന്റെ ബുദ്ധിമുട്ട്. അതും തിരക്കിലൊക്കെ പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം പവർ വരുന്നത്, പവർ എന്ന് പറഞ്ഞാൽ മാക്സിമം പവർ എനിക്ക് തോന്നുന്നു 2 മാറി വരുന്നുണ്ട്. 2 വണ്ടികൾക്ക് മോഡലനുസരിച്ച് മാറും. 3.3 കിലോവാട്ട് തൊട്ട് 6 വരെ ഇത് വരുന്നുണ്ട്. ടോർക്ക് 26 ആണ്. പക്ഷെ 26 മാക്സിമം ടോർക്ക് നമ്മൾ മറ്റേ വാർപ്പ് മോഡലാണ് കൂടുതൽ വരുന്നത്. അതിലാണ് മാക്സിമം വരുന്നത്. ബാക്കി ഇപ്പോൾ റേഞ്ചിന്റെ കാര്യം ശരിക്കും ഇത് ബേസിക് സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ എങ്ങനെയാണ് ഇത് വണ്ടി ഓടിക്കുന്നത്, എങ്ങനെയാണ് റൈഡ് ചെയ്യുന്നത് അനുസരിച്ചിട്ടാണ് ഇത് കംപ്ലീറ്റ് ബാറ്ററി ലൈഫ് ആണെങ്കിലും ഉപയോഗത്തിനനുസരിച്ചിട്ടാണ്. അപ്പോൾ പെട്രോൾ നമ്മൾ കണക്കൂട്ടാണെന്ന് പെട്രോൾ നമ്മൾ അങ്ങനെ ഓടിക്കുന്നതനുസരിച്ച് കൂടുതലും കുറച്ചും കളിക്കും. പിന്നെ വേറൊരു കാര്യമുണ്ടല്ലോ, ഇതിന്റെ ഒരു ഇന്ത്യൻ ഡ്രൈവ് സൈക്കിളിൽ അവരുടെ ഒരു സർട്ടിഫൈ ചെയ്തനുസരിച്ച് 116 കിലോമീറ്റർ റേഞ്ച് ആയിരുന്നു ഈ വണ്ടിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 116 കിലോമീറ്റർ. പക്ഷേ ഈ പറഞ്ഞ പോലെ അതൊരു എനിക്ക് തോന്നുന്നൊരു ഏതറിന്റെ സിൻസിയാരിറ്റി ആയിരിക്കണം. അവര് പറയുന്നത് യൂസ്ഡ്, അതായത് കസ്റ്റമേഴ്സിന്റെ ഫീഡ്ബാക്കിൽ നിന്ന് കിട്ടിയ ഒരു ഇതാണ് 85 കിലോമീറ്റർ. അത് സർട്ടിഫൈഡ് ആണ്, കിട്ടുന്ന റേഞ്ച്. അതൊരു ഗ്യാരണ്ടി പറയുന്ന ഒരു 85 കിലോമീറ്റർ ആണ്. അത് എക്കോ മോഡൽ. മോഡലിനനുസരിച്ച് മാറ്റം. ഒരു മിനിമം ഗ്യാരണ്ടി പറയുന്ന ഒരു സംഭവമാണല്ലോ. ഇനി പറയേണ്ട വില
450Xന് 1 അതായത് 1,62,000 രൂപയാണ് ഗവൺമെന്റ് സബ്സിഡി ഒക്കെ കഴിഞ്ഞിട്ട് വരുന്നത്. അതായത് ടാക്സ് ഒക്കെ അടക്കം. ഇപ്പം 1,62 ആയി എന്ന് വിചാരിക്കാം. ഇതിനേക്കാളും കുറഞ്ഞ വിലയ്ക്ക് ഒരു ബൈക്കോ മറ്റു വണ്ടിയോ കിട്ടുമെന്ന് വിചാരിക്കാം. പിന്നീട് എണ്ണയിൽ ലാഭിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇലക്ട്രിക് സ്കൂട്ടറിന് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അതാണ്. കാരണം നമ്മൾ പറഞ്ഞു ഈ ഒരു 200 രൂപയ്ക്ക് പെട്രോൾ അടിച്ച് പോകേണ്ടത് ഇത് 80 രൂപയ്ക്ക് 21 രൂപയ്ക്ക് പോകാൻ പറ്റും. ലാഭമല്ലേ? അല്ല, അത് പെട്രോളിന്റെ പിന്നെ മറ്റ് ചെലവുകൾ അഡീഷണൽ. പെട്രോളാകുമ്പോൾ അഡീഷണൽ ഓയിൽ ചേഞ്ച് മാസം വർഷത്തിൽ ഒരിക്കലും അങ്ങനത്തെ ഒരു പ്രശ്നം വരില്ല. ഇലക്ട്രിക് മോട്ടർ ആയതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ സ്ഥിതിക്ക് ഏതറിന്റെ ഒരു കുഞ്ഞു ചരിത്രം കൂടെ പറയണം. തീർച്ചയായും 2014 തുടക്കത്തിൽ ആണ് ഈ ഏതർ എന്ന് പറഞ്ഞ ഒരു സ്റ്റാർട്ടപ്പുമായിട്ട് അതായത് തരുൺ മേത്ത, സ്വപ്നിൽ ജെയിൻ എന്ന് പറഞ്ഞ രണ്ട് എഞ്ചിനീയേഴ്സ് മദ്രാസ് IIT ആയിട്ടുള്ള ഒരു സഹകരണത്തിലാണ് ഇവർ ടെക്നോളജി ഒക്കെ വികസിപ്പിച്ച് തുടങ്ങുന്നത്. വളരെ ചെറിയൊരു മൂലധനത്തിലാണ് തുടങ്ങുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവർക്ക് ഇൻവെസ്റ്റ്മെന്റുകൾ വരുന്നത് എനിക്ക് തോന്നുന്നു ഫ്ലിപ്കാർട്ടിന്റെ തലപ്പത്തുണ്ടായിരുന്ന ബിന്നി ബിൻസാല്, സച്ചിൻ ബിൻസാല് ഇവരുടെ ഇൻവെസ്റ്റ്മെന്റിലേക്ക് വരുന്നു. 2016 S340 എന്ന് പറഞ്ഞ പുതിയൊരു സ്കൂട്ടർ വരികയാണ്. പക്ഷേ ആ സാധനം ഒന്നും അങ്ങനെ വല്ലാണ്ട് ക്ലിക്ക് ആയിട്ടില്ല. കാരണം ആ സമയത്ത് കാലഘട്ടത്തിന്റെ പറ്റ പ്രശ്നമാണ്. അത് കഴിഞ്ഞ് പിന്നെ ഈ ഒരു പുതിയ മോഡൽ വരുന്നു. പിന്നെ ഹീറോ പോലെയുള്ള കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്നു. അത് കഴിഞ്ഞ് 2019 കണക്ക് വെച്ചിട്ട് ഏതാണ്ട് 40,000 സ്കൂട്ടർ ഓൾറെഡി ഇവരുടെ ഇറങ്ങി കഴിഞ്ഞു. പിന്നെ 2 വർഷം എന്തായാലും സ്വാഭാവികമായിട്ടും കൂടിയിട്ടുണ്ടാവും ഒത്തിരി. പിന്നെ അത് കഴിഞ്ഞ് 2020 ആകുമ്പോഴത്തേക്ക് ഇവർ തമിഴ്നാട് ഗവൺമെന്റുമായിട്ട് ഒരു ഉണ്ടാക്കുന്നു. അവിടെ ഹൊസൂറിൽ ഇവരുടെ പ്ലാന്റ് വരുന്നു. 1,10,000 പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉള്ള പ്ലാന്റ്. അതുകൂടാതെ ബാറ്ററി ബാക്കപ്പ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റായി. ഇപ്പം ഈ 2 മോഡൽ തന്നെ ജനങ്ങൾ ഇത്ര ഏറ്റെടുത്തു. ഇനിയിപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം ഒലയുടെ ഒരു സ്കൂട്ടർ വന്നതിന്റെ പുറത്ത് ഇവരിപ്പോൾ 1,00,000 രൂപ കൂടുതൽ റേഞ്ചിൽ സ്കൂട്ടർ ഇതിനിപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് റേഞ്ചാണ് ഇപ്പോൾ ആൾക്കാർ ഏറ്റവും അധികം ശ്രദ്ധിക്കുക. കാരണം പക്ഷേ എന്തൊക്കെ പറഞ്ഞാൽ ഈ റേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സിറ്റി റൈഡിന് പെർഫെക്റ്റ് ആണ്. കാരണം 85 കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100 കിലോമീറ്ററിന്റെ കൂടുതൽ റേഞ്ച് കിട്ടുന്ന ആൾക്കാർ കുറച്ചുകൂടി ലോങ് യാത്രയ്ക്ക് ആശ്രയിക്കുന്നു. പിന്നെ ചാർജിങ് ടൈമും കൂടെ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് രണ്ടും കൂടെ ഭയങ്കരമായിട്ട് മാറ്റം വരും. എന്തായാലും ഈ ഒരു മോഡൽ കൊണ്ട് തന്നെ ഒരു ക്ലിക്കായി ഭാവിയിൽ ഇനിയും മോഡലുകൾ വരാം, കൂടുതൽ കമ്പനികൾ വരും, കോമ്പറ്റീഷൻ കൂടുകയാണ്. എന്തായാലും ഇനി മത്സരം കൂടും. അപ്പം എന്തായാലും ഇതാണ് ഏതർ 450X ഇലക്ട്രിക് ഒരു വിപ്ലവമായിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത്.